عنها قالت سمعت رسول الله صلى الله عليه وسلم يقول يحشر الناس يوم القيامة حفاة عراة غرلا قلت يا رسول الله الرجال والنساء جميعا ينظر بعضهم إلى بعض قال يا عائشة الأمر أشد من أن يعلمهم ذلك. മഹദി ആയിഷ റളിയല്ലാഹു തആല അൻഹ റിപ്പോർട്ട് ചെയ്യുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ പറയുന്നത് ഞാൻ കേട്ടു. നമ്മളെയൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല മരണം സംഭവിച്ചതിന് ശേഷം, നമ്മളൊക്കെ മരിച്ചതിന് ശേഷം അല്ലാഹു നമുക്ക് നിർണയിക്കപ്പെട്ട എത്ര വർഷമാണോ അത്രയും വർഷം നമ്മൾ ഖബറിൽ കിടന്നതിന് ശേഷം, ഖബർ ജീവിതം അത് അവസാനിച്ച് ഇസ്രാഫീലിന്റെ രണ്ടാമത്തെ ഊത്തോടുകൂടി ഖബറുകളൊക്കെ പൊട്ടിപ്പൊഴുകും. എല്ലാ മരിച്ചുപോയ മുഴുവൻ ജനങ്ങളും ലോകത്തിന്റെ തുടക്കം മുതൽ ആ സമയം വരെ മരിച്ചുപോയ മുഴുവൻ ജനങ്ങളും ഖബറിൽ നിന്ന് എഴുന്നേൽക്കപ്പെടും. ഓരോരുത്തരെയും മനുഷ്യനിലേക്ക് ഓരോ മലക്കുകൾ കൊണ്ടുപോകും. ആ സമയം കൊണ്ടുപോകുന്ന രംഗം ആദരവായ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നത് അല്ലാഹുവിന്റെ തിരുദൂതൻ പറയുകയാണ്, ചെരുപ്പ് ധരിക്കാത്തവരായിട്ടാണ് കൊണ്ടുപോകുന്നത്, ചെരുപ്പ് ധരിക്കാത്തവരായിട്ട്. പിന്നീട് പ്രവാചകൻ പറയുന്നു, നഗ്നരായിട്ടാണ്, ഒരു നൂൽബന്ധം പോലും ആർക്കും കാണുകയില്ല. ചെരുപ്പ് ധരിക്കാത്തവരായിട്ട്, നഗ്നരായിട്ട്, ചേലാകർമ്മം ചെയ്യപ്പെടാത്തവരായിട്ട്. ഉമ്മയുടെ വയറ്റിൽ നിന്ന് എങ്ങനെയാണോ വന്നത് അതേ അവസ്ഥയിലാണ് ഓരോ മനുഷ്യനെയും മഹിഷറയുടെ മുറ്റത്തേക്ക് ഖബർസ്ഥാനിൽ നിന്ന്, കണ്ടച്ചിറ ജുമാ മസ്ജിദിന്റെ ഖബർസ്ഥാനിൽ നിന്ന്, മറ്റ് ജുമാ മസ്ജിദുകളുടെ ഖബർസ്ഥാനുകളിൽ നിന്ന് ഓരോ മനുഷ്യനെയും ഓരോരുത്തർക്കും ഓരോ മലക്കുണ്ടാകും. അവർ മഹിഷറയിലേക്ക് ത്വരിക്കപ്പെടുന്നത്, കൊണ്ടുപോകുന്നത്. ഇതങ്ങോട്ട് കേട്ടപ്പോ ആയിഷ റളിയല്ലാഹു അൻഹ ഞെട്ടിപ്പോയി. അവിടുന്ന് ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ തിരുദൂതരെ, അങ്ങനെ നഗ്നരായിട്ട്, പാദനഗ്നരായിട്ട്, ജലാകർമ്മം ചെയ്യപ്പെടാത്തവരായിട്ട്, നൂൽബന്ധം പോലുമില്ലാതെ തുണി ഉടുക്കാത്തവരായിട്ട് മഹിഷറയിലേക്ക് ഈ ജനങ്ങളെ മുഴുവനും, ഈ ആണുങ്ങളെയും ഈ പെണ്ണുങ്ങളെയും ഇങ്ങനെ കൊണ്ടുവന്നാൽ അല്ലാഹുവിന്റെ തിരുദൂതരോട് ആയിഷ റളിയല്ലാഹു അൻഹ ചോദിക്കുകയാണ്, الرجال والنساء جميعا ينظر بعضهم الى بعض. ആണുങ്ങളും പെണ്ണുങ്ങളും സ്വാഭാവികമായിട്ടും അവരുടെ ലൈംഗിക ഭാഗങ്ങളിലേക്ക് നോക്കുകയില്ല നബിയെ. ലജ്ജയാകുന്ന പ്രവാചകരെ, അല്ലാഹുവിന്റെ തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് മഹദി ആയിഷ, മുഅ്മിനീങ്ങളുടെ ഉമ്മയായ ആയിഷ, മുത്തുനബിയുടെ പ്രിയപ്പെട്ട പത്നിയായ ആയിഷ റളിയല്ലാഹു അൻഹയോട് അല്ലാഹുവിന്റെ തിരുദൂതർ പറയുകയാണ്, യാ ആയിഷ, നീ എന്താണ് വിചാരിക്കുന്നത്? നോക്കാൻ ആർക്ക് താല്പര്യം? ഏറ്റവും വലിയ ഭീകരതയുടെ ദിവസം, ഏറ്റവും വലിയ ഞെടുക്കത്തിന്റെ ദിവസം, ഏറ്റവും വലിയ അസ്വസ്ഥതയുടെ ദിവസം, ഓരോ മനുഷ്യന്മാരും ഖബറിൽ നിന്ന് എഴുന്നേറ്റ് മനുഷ്യരുടെ മുറ്റത്തേക്ക് എത്തുമ്പോ ആ ഭീകരമായ അന്തരീക്ഷം കണ്ടിട്ട്, നരകത്തിന്റെ കൊലവിളി കണ്ടിട്ട്, നരകത്തിന്റെ ഭീഷണി കേട്ടിട്ട് അവിടെ നിന്നുകൊണ്ട്, റബ്ബേ, ഞാനൊരു മണ്ണായിട്ട്, ഞാനൊരു മണ്ണായിട്ട് മന്ദരിയായിട്ട് പിറന്നെങ്കിലോ, മനുഷ്യനായി പിറക്കാതെ എന്ന് ഓരോരുത്തരും നെഞ്ചത്തടിച്ച് നിലവിളിച്ച് കരയുന്ന മനുഷ്യറ. ഒരിച്ചാൻ മുകളിൽ സൂര്യൻ നിന്നിട്ട് ഓരോ മനുഷ്യനെയും ചൂടേറ്റിട്ട് തലച്ചോറ് പൊട്ടിത്തെറിച്ചിട്ട് താഴെ ഒഴുകുന്ന മനുഷ്യറ. ആ മനുഷ്യരയിൽ ആണുങ്ങളും പെണ്ണുങ്ങളും അവരുടെ ലൈംഗിക ഭാഗങ്ങളിലേക്ക് നോക്കുമെന്നാണോ ആയിഷ നീ പറയുന്നത്? ഒരിക്കലുമില്ല. ഏറ്റവും വലിയ പ്രയാസത്തിന്റെ, പ്രതിസന്ധിയുടെ, വേദനയുടെ, കൊടുഭീകരതയുടെ ദിവസമാണ് മനുഷ്യരുടെ ദിവസങ്ങൾ. ഒരിക്കലും അങ്ങനെ നോക്കില്ല ആയിഷ എന്ന് അല്ലാഹുവിന്റെ തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് മറുപടി പറഞ്ഞു പോയി. ഈ ഹദീസ് കേൾക്കുമ്പോൾ നമ്മൾ ഓരോരുത്തരും അഭിമുഖീകരിക്കാൻ പോകുന്ന കാര്യമാണ്. നമ്മൾ ഓരോരുത്തരും
ഓരോരുത്തരും മരണം സംഭവിച്ച് അള്ളാഹു നിർണയിച്ച വർഷം അത്രയും ഖബറിൽ കിടന്നിട്ട് പിന്നീട് മനുഷ്യരിലേക്ക് എന്നെയും നിങ്ങളെയും കൊണ്ടുപോകുന്ന രംഗമാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിശദീകരിച്ചത്. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു അവിടുത്തെ സ്വഹീഹിലും ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു അവിടുത്തെ സ്വഹീഹിലും ഈ ഹദീസ് രേഖപ്പെടുത്തുന്നു. അർഹമുർ റഹീമായ അല്ലാഹ്, കരുണയുള്ള റബ്ബേ,